ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് അച്ഛൻ വരുമോ കണ്ണനുണ്ണിയുടെ? അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. ഇന്ന് കണ്ണനുണ്ണിയുടെ അച്ഛൻ വരുവാണ്. ഇന്ന് അച്ഛനെ വിളിക്കാൻ വേണ്ടി രാത്രി പോകണം. അങ്ങനെ ചെറുക്കൻ്റെ കൂടെ കുറച്ച് നേരം ചെറുക്കനെ കളിപ്പിച്ച് അവൻ്റെ കൂടെ അവൻ രാവിലെ എണീക്കുമ്പോഴേ നല്ല മൂഡിലാണ് എണീക്കുക, ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടൊക്കെ എണീക്കുക. പിന്നെ എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി ഒന്ന് കെട്ടി പിന്നെ ചെറുക്കൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് അവൻ രണ്ട് ഉമ്മയെ കൊടുത്ത് അവനെ അങ്ങ് താഴെ ഇറക്കും. പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചിരുന്ന സമയത്തും ചെറുക്കൻ വന്നലമ്പാ. ഇടയ്ക്ക് കൂടെ അവനെ നോക്കണം. അവൻ്റെ അടുത്തൊരു നോട്ടം ഇല്ലെങ്കിൽ ചെറുക്കനെല്ലാം വാരി ഇറക്കും. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ട് ഇനിയിപ്പം താഴോട്ട് പോകണം. താഴോട്ട് പോയി ചായ കുടിച്ച് കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കണം. അങ്ങനെ പോകുന്നതിന് മുന്നേ കുറച്ച് വെള്ളം, എണീക്കുമ്പോഴേ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുകയും അവനും രാവിലെ എണീക്കുമ്പോൾ വെള്ളം കൊടുക്കാറ് പതിവുണ്ട്. ഇനിയിപ്പോൾ അവനെ കിടന്ന് ഞാൻ വിളിക്കുക, ചെറുക്കനങ്ങും വരത്തില്ല. അങ്ങനെ വിളിച്ച് പിന്നെ ഞാൻ ഓടിപ്പോയി എടുത്ത് വല്ലതും തട്ടിയിടും. പിന്നെ എടുത്ത് അവന് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ അങ്ങ് താഴെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്രസ്സിങ് ടേബിളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചെടുത്ത് ഓരോന്നായിട്ട് അവിടെ എല്ലാം ആക്കും. പിന്നെ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് മുഖമൊക്കെ നന്നായിട്ട് കഴുകി നല്ല രീതിയിൽ ഞാൻ കുറച്ച് നേരം മസാജ് ചെയ്യും. ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് മുഖമൊക്കെ നന്നായിട്ട് കഴുകി. പിന്നെ ഇതാണ് ചെറുക്കൻ്റെ പരിപാടി. കുഞ്ഞിന് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായതുകൊണ്ട് രാവിലെ മെഡിസിൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഇടയ്ക്ക് ഭയങ്കര അലമ്പാണെങ്കിലും ഇപ്പം ഇങ്ങനെ അനങ്ങാതിരിക്കുന്നുണ്ട്. ഫോണിലും വീഡിയോ ഓണാക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഫോണിലൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കുന്നതൊക്കെ വൻ ചടങ്ങാണ്. ഇവിടെ ഇപ്പം അമ്മയൊക്കെ ആയിരുന്നു മുന്നേ ഇവന് ഇടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്. ഇപ്പം എല്ലാം ഞാൻ ഏറ്റെടുത്ത്. കാരണം ഇവന് ഫുഡ് കൊടുക്കുന്ന കുറച്ച് ചടങ്ങാണ്. അപ്പം എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇയാൾ അവിടെ ഇരുന്ന് ഇതിനകത്ത് ഈ ചെയറിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആ ചെയറിൻ്റെ ആ ടേബിളൊക്കെ ഫസ്റ്റ് കഴുകി. ഇന്ന് ദോശയല്ലല്ലോ, അപ്പവും ചമ്മന്തിയും ഉള്ളിക്കറിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ അവൻ അവിടെ പിച്ചിട്ട് കൊടുക്കുമ്പം അവനത് കഴിച്ചോളും. തന്നെ എടുത്ത് കഴിക്കാനുള്ളൊരു ഒരു 10 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ 5 എണ്ണം താഴെ കളയും, 5 എണ്ണേ വായിലോട്ട് പോകത്തുള്ളൂ. പിന്നെ ഞാനും കഴിച്ച് അവനും കഴിച്ച് ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഞാനൊരു സംസാരിക്കുന്നത് അപ്പുറത്ത് കിച്ചു ഇരിപ്പുണ്ട്. അപ്പം ചെറുക്കൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിക്കുക. കിച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതാണ് കിച്ചു. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ ഈവനിങ് ടൈം ആയപ്പോഴത്തേക്ക് പിന്നെ പഴുത്ത മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാങ്ങ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതാ കൊടുക്കുന്നത്. ഞാൻ എന്നും എന്തെങ്കിലും ഫ്രൂട്ട് അവന് കൊടുക്കാൻ മാക്സിമം നോക്കാറുണ്ട്. അങ്ങനെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ടും വീട്ടിൽ മാങ്ങയുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ മാങ്ങയാണ് കൊടുക്കാറ്. അങ്ങനെ മാങ്ങയൊക്കെ കൊടുത്ത് അങ്ങനെ കൊച്ചച്ഛൻ കളി കഴിഞ്ഞ് വന്ന് അങ്ങനെ കൊച്ചച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് പിന്നെ അച്ഛനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ വന്ന്. അപ്പം അമ്മമ്മയും മോനും കൂടെ അച്ഛനെ കാത്തിരിക്കുക. അങ്ങനെ അച്ഛൻ്റെ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ ആവാറായി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അച്ഛനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെ ട്രെയിൻ വന്നു. അച്ഛനും മോനും മീറ്റ് ചെയ്യുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അച്ഛൻ വന്നു. കണ്ണനുണ്ണി എന്തോ ഒരുമാതിരി പേടിച്ചിരിക്കുക, എന്താ ഒന്നും അറിയാത്ത രീതിയിൽ. പിന്നെ അവസാനം അച്ഛൻ്റെ കൈ പോയെങ്കിൽ അയാൾക്ക് ഭയങ്കര ചിരി അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആരാ എന്തു എന്നൊക്കെ ഫോണിൽ കൂടെ കാണുന്നൊരിതല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ അച്ഛനും പിന്നെ കൊച്ചുങ്ങളെ മയക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഭയങ്കര ചിരി. പിന്നെ അച്ഛൻ മതി. അച്ഛനും മോനും കൂടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഭയങ്കര ചിരിയും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി. അപ്പം ഞങ്ങൾ കൊണ്ട് വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.